അവൻ ജനിച്ചത് ഒരു രാജകുടുംബത്തിലാണ്. 16-ാമത്തെ വയസ്സ് വരെ അവിടെയുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ചിട്ടുമുണ്ട്. എന്നാൽ 17-ാമത്തെ വയസ്സിൽ ഇവയെല്ലാം ഉപേക്ഷിച്ച്, ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെപ്പോലും ഉപേക്ഷിച്ച് അവന് പോകേണ്ടതായിട്ട് വന്നു. കാലചക്രത്തിൻ്റെ സ്വാധീനത്തിൽ ജന്മജന്മങ്ങളായി അവൻ എന്താണോ പ്രയത്നിക്കുന്നത് അതിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. അവൻ എപ്പോൾ വന്നു, എന്താണ് അപൂർണമാക്കി വിട്ടത്, എന്നാണ് ഈ ഭൂമിയിൽ നിന്നും അദൃശ്യനായത്, കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷെ എപ്പോഴും ഒരു കഥയ്ക്ക് അവസാനം വേണമെന്ന് പറയുന്ന പോലെ ഇവൻ്റെ കഥയ്ക്കും ഒരു പൂർണ്ണത ആവശ്യമാണ്.